ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സംഖ്യയോഗം ശ്ലോകം 47. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭൂർ മാ തേ സംഗോസ്ത്വകർമ്മണി. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭൂർ മാ തേ സംഗോസ്ത്വകർമ്മണി. ഭഗവാൻ അർജുനനോട് പറയുകയാണ്, അർജുന, കർമ്മം ചെയ്യാൻ മാത്രമേ നിനക്ക് അർഹതയുള്ളൂ. അതിന്റെ ഫലം എന്താകും, എന്ത് കിട്ടും എന്ന് നീ ചിന്തിക്കരുത്. കർമ്മഫലങ്ങൾക്ക് നീ ഹേതുവാകരുത്. അതേസമയം ബലമോഹമില്ലാത്ത സ്ഥിതിക്ക് കർമ്മം ചെയ്യാതിരിക്കാമെന്നും നീ കരുതരുത്. പ്രവർത്തിക്കുക, ഫലം എന്തോ ആയിക്കൊള്ളട്ടെ. പ്രവൃത്തിയിൽ മുഴുകാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഫലത്തെക്കുറിച്ച് ചിന്തിച്ച് മോഹാധീനനാകരുത്. ഫലേച്ഛ ഉപേക്ഷിക്കപ്പെടുന്നതോടെ കർമ്മനിരതനാകാതിരിക്കുകയും അരുത്. വിഹിതമായ കർമ്മം, ഇച്ഛാനുസാരമുള്ള കർമ്മം, കർത്തവ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറൽ എന്നീ 3 വിഷയങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെടുന്നു. വിഹിതമായ കർമ്മം ചെയ്യുക തന്നെ വേണം. അതുണ്ടാകുന്ന ഫലത്തിൽ ആകാംക്ഷ വേണ്ട. കർമ്മങ്ങളൊന്നും നിഷ്ഫലമാവുകയില്ല. ബലാസക്തിയില്ലാതെ വിഹിതമായ കർമ്മം അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതിന്റെ ഫലത്തിന് ഹേതുവായത് താനാണെന്ന ബോധമുറയ്ക്കുകയാണെങ്കിൽ അത് അഹങ്കാരമാകുന്നു. ഫലേച്ഛയില്ലെങ്കിൽ എന്തിനു പ്രവർത്തിക്കുന്നു എന്ന ചിന്തയുണ്ടാകാം. നൈഷ്കർമ്മ്യം എന്ന് അതിന് പേര് പറയും. കർത്തവ്യമില്ലാത്ത കർമ്മമാണ് അകർമ്മം. ചെയ്യരുതാത്ത കാര്യത്തിൽ താല്പര്യമുണ്ടാകരുത്. നിനക്ക് കർമ്മത്തിൽ മാത്രമാണ് അർഹത എന്ന് വെച്ചാൽ തൽക്കാലം നീ കർമ്മസന്യാസത്തിന് അർഹനാകുന്നില്ല എന്നാണ് ഗ്രഹിക്കേണ്ടത്. കർമ്മവാസനകളുടെ ബലം നിമിത്തം നിനക്ക് കർമാനുഷ്ഠാനത്തിൽ മാത്രമേ അർഹതയുള്ളൂ. കർമ്മഫലത്തിൽ അമിതമായ പ്രതീക്ഷയരുത്. കാരണം അത് എപ്പോഴും പ്രതീക്ഷിക്കുന്ന രീതിയിൽ അനുകൂലമായിരിക്കണമെന്നില്ല. പ്രതീക്ഷിച്ച ഫലം ലഭിക്കാതിരിക്കുമ്പോഴും അപ്രതീക്ഷിതമായ പ്രതികൂല ഫലം ലഭിക്കുമ്പോഴും കടുത്ത നൈരാശ്യം അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഫലത്തിൽ നിനക്ക് അർഹതയുണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. കർമ്മഫലത്തിന് താൻ ഹേതുവാണെന്ന് കരുതുമ്പോൾ അത് അഹന്തയ്ക്ക് കാരണമായി തീരുന്നു. അപ്പോൾ കർമാനുഷ്ഠാനത്തിൽ പൂർണ്ണമായ മനോയോഗത്തോടെ വ്യാപരിക്കുകയും ഫലത്തെ സംബന്ധിച്ച് ഉദാസീനനായിരിക്കുകയും വേണമെന്നർത്ഥം. കർമ്മഫലങ്ങളുടെ നേർക്കുണ്ടാകുന്ന ആസക്തി പുനർജന്മത്തിന് കാരണമാകും. അതേസമയം അകർമ്മണ്യത അംഗീകരിക്കത്തക്കതുമില്ല. ഈ ഒരു ശ്ലോകം പല ആചാര്യന്മാരും എല്ലായിടത്തും വ്യാഖ്യാനിക്കും.